പണ്ട് ചെറുപ്പത്തിലേ തന്നെ കൗതുകത്തോടു കൂടി സ്വന്തമാക്കാൻ ആഗ്രഹിച്ച സാധനങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു വൈറ്റ് കോട്ട്. എന്നാൽ ഇത് ലാസ്റ്റ് എൻ്റെ കയ്യിൽ തന്നെ വന്ന് ചേരുമെന്ന് വിചാരിച്ച കാര്യമേ അല്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ പിന്നിലെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് വന്നിരുന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ്. ഞാനെടുത്ത പ്രൊഫഷൻ തന്നെയാണ് ഈ ഒരു വൈറ്റ് കോട്ടിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത്. ഞാനിങ്ങനെ നിൽക്കാൻ കാരണം തന്നെ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ടാണ് കേട്ടോ. അവരില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും നേടാൻ പറ്റത്തില്ലായിരുന്നു. എന്തായാലും എന്നെ പോലെ ഇഷ്ടപ്പെട്ട പ്രൊഫഷനിൽ നിൽക്കുന്നവർക്ക് അതിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്കിന്ന് കോളേജിൽ പോകണമായിരുന്നേ. കോളേജിൽ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ ആ കോട്ടിട്ട് തന്നെ നിന്നത്. എന്തായാലും BSc നഴ്സിംഗ് പഠിക്കുന്നവരുടെ ഒക്കെ ഇപ്പോഴത്തെ ചിന്തയെന്ന് പറയുന്നത് എക്സാം ആയിരിക്കും കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫഷൻ്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ. ബാക്കിയുള്ളവരുടെ കാര്യം ഇങ്ങനെ അതൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങളെല്ലാവരും നല്ല ടെൻഷനിലാണ് കേട്ടോ എക്സാമിനെ ഓർത്തിട്ട്. സ്റ്റഡി ലീവ്സ് ഒക്കെ പുറകെ വരുന്നുണ്ടെങ്കിലും അപ്പോൾ പഠിക്കാനായിട്ട് മാത്രം ഇരിക്കുവാണെങ്കിൽ ഒന്നും നടക്കില്ല എന്നറിയാം. എന്തായാലും ഞങ്ങളെല്ലാവരും പതുക്കെ പതുക്കെ ഒന്ന് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സാം ഒക്കെ വരുന്ന സമയത്ത് ഈ ബാംഗ്ലൂരത്തെ ക്ലൈമറ്റ് ഒരു വല്ലാത്ത ക്ലൈമറ്റ് ആയിരിക്കും. നമുക്കൊക്കെ നല്ല മടുപ്പ് തോന്നുന്ന തണുപ്പും കാലാവസ്ഥയൊക്കെ ആയിരിക്കും കേട്ടോ ഇവിടുത്തെ. ഈ മുകളിലിരിക്കുന്ന മൊത്തം ഞങ്ങൾക്ക് ലാസ്റ്റ് വിൽക്കാനുള്ള പാത്രങ്ങളാണ് കേട്ടോ. തവിട് പൊടിയായി ഞങ്ങളുടെ കെറ്റിൽ വരെ അതിൻ്റെ മണ്ടയ്ക്ക് ഇരിപ്പുണ്ട്. ഇന്ന് രാവിലെ കോളേജിൽ ഭയങ്കര ധൃതി പിടിച്ചാണ് കേട്ടോ പോയത്. അതുകൊണ്ട് കൈ കിട്ടിയൊരു ചുരിദാറൊക്കെ എടുത്തിട്ട് ഓട്ടം തന്നെയായിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു തണുപ്പ് തുടങ്ങിയാൽ മതി എൻ്റെ ചുണ്ടൊക്കെ എങ്ങനെ ഡ്രൈ ആയി വരാൻ തുടങ്ങും കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം മാഞ്ഞു പോകുന്ന കാണാം. അങ്ങനെ ഈ ഒരു ദിവസം റെസ്റ്റ് ഇല്ലാതെ എന്തൊക്കെയോ തിരക്കുകളിലൂടെ കടന്നു പോയിട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.